സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് എന്താ പറയുക, ലോക എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ളത്. സോ ഒരു 30 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു പടം 300 കോടിക്ക് മേലെ നേടി. അതായത് വൻ വിജയം, ഒരു 10x പ്രോഫിറ്റൊക്കെ നേടിയ ഒരു സിനിമ. സോ അതിന് ചുറ്റിപ്പറ്റി കുറേ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതായത് നോർത്തിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സൗത്തിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നോർത്തിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ തീ കത്തിച്ചു അതെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥിരം സംഘികൾ ആ ടീംസിന് സംഘികൾ എന്നല്ല, ആ ഒരു എന്താ പറയുക, ഒരു BJP RSS ആ ഭാഗമുണ്ടല്ലോ, അമ്മമാർക്ക് സ്ഥിരമായിട്ടൊരു സംഭവമുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നൊരു സംഭവം. ഇനിയിപ്പോൾ സൗത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സിനിമ, ഇത് സിനിമേൻ്റെ പാർട്ടല്ലെങ്കിൽ കൂടി ക്രെഡിറ്റ് അടിച്ച് മാറ്റുന്ന കുറച്ച് ടീംസ്. ഞാനിവിടെ ഒരു പോസ്റ്റർ വെക്കാം കേട്ടോ, നിങ്ങളത് കണ്ടിട്ട് പറ. സോ ഇവിടെ കുറേ പേര് ഓൾറെഡി ക്രെഡിറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ട്, ഭാഗമൊന്നും അല്ലെങ്കിലും ക്രെഡിറ്റ് എടുത്ത് പോയിട്ടുണ്ട് കുറേ പേര്. സോ അത് നമ്മൾ പറയുന്നില്ല, കാരണം കല്യാണി പ്രിയദർശനാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ. സോ അതിന് മുമ്പ് ഒരാളെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഞാനിത് ചെയ്യണ്ടായിരുന്നു, എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് മിസ്സായത്. സോ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇവൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ഞാൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഇത് നല്ലൊരു സിനിമയായി, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അത് നല്ലൊരു സിനിമയായി, അതെനിക്ക് മിസ്സായി, നല്ല സിനിമ ആയതുകൊണ്ട് എനിക്ക് മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പോൾ അടുത്ത ആളെത്തിയിട്ടുണ്ട്. സോ ഇത് ഇതിൻ്റെ എഫേർട്ട് മൊത്തം എടുത്തൊരു ടീം, പക്ഷേ ഇതിന് വഴി ഒരുക്കിയത് ഞാനാണ് എന്ന്. എന്താ ഇതിനൊക്കെ പറയുക? സോ ഈ ഒരു സിനിമ വൻ സക്സസ് ആയതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഓരോരുത്തർ ക്രെഡിറ്റ് എടുക്കാൻ വരുന്നത്. സോ ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് അതും കൂടി പറയണ്ടേ? എന്താണ് ഇവർ വഴി ഒരുക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്തത്? സോ ഇതിൽ മെയിനായിട്ട് ദുൽഖർ വന്നു. ദുൽഖറാണിത് പ്രൊഡ്യൂസ് ചെയ്തത്, ഡൊമിനിക് അരുണാണിത് സംവിധാനം ചെയ്തത്. സോ ഇവരെടുത്ത എഫേർട്ടും ഇതിൻ്റെ ബാക്കിലെടുത്ത എഫേർട്സാണ് എഫേർട്സ് എന്ന് പറയുന്നത്. നിങ്ങളവിടെ നോക്കി നിന്നതാണോ ഇതിൽ പറയുന്ന വഴി ഒരുക്കൽ എന്ന് പറയണത്? അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് അറിയാത്തതുകൊണ്ടാണേ. വെറുതെ ഓരോ കാര്യങ്ങൾ എന്താ പറയുക, ഒരു നല്ല സിനിമേൻ്റെ ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അറിയുമല്ലോ, അതുകൊണ്ടായിരിക്കും. സോ ഇവരുടെയൊക്കെ മനോഭാവം എന്താണ്? ഒരു നല്ല സിനിമ അതവിടെ നിന്നോട്ടെ, നിങ്ങൾ എന്തിനാണ് അതിന് ക്രെഡിറ്റ് എടുക്കാൻ പോണത്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും വെറുതെ എന്തിനാണ് ക്രെഡിറ്റ് എടുക്കാൻ പോണത്? സോ നിങ്ങൾ ചെയ്തില്ല, നിങ്ങളിപ്പോൾ ഇനി നിങ്ങളാണ് അതിൽ ആദ്യം ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ഇല്ല, അങ്ങനെ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഭാഗമല്ല. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം ഞാൻ അതിൽ ഖേദിക്കുന്നു, മറ്റത് കഥ ഇഷ്ടാവാത്തതുകൊണ്ട് തള്ളിക്കളഞ്ഞ സിനിമയാണ്, അതവരിങ്ങനെ എടുത്തു വെച്ചതുകൊണ്ട് നല്ലൊരു സിനിമയായി. സോ നിങ്ങൾ വരാതിരിക്കണം തന്നെ നല്ലത്. ഇതിലുള്ളവർ തന്നെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്, അടിപൊളി സിനിമയായി വെച്ചിട്ടുണ്ട്. സോ ഇതിൽ വെറുതെ ഈ എന്താ പറയുക, ക്രെഡിറ്റ് എടുക്കാൻ നടക്കുക, ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് നാട്ടിലിപ്പോൾ നടക്കുന്നത് മെയിനായിട്ട്. ഈ സിനിമ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഒരുത്തന് ഈ ഒരു വഴിക്ക് കാണൂല. സോ അതിൻ്റെ സംവിധായകന് പോവും, അതേപോലെ തന്നെ പ്രൊഡ്യൂസർക്ക് മെയിൻലി പോവും. ഇറക്കിയ കാശും കൂടി കിട്ടാതെ ആയി കഴിഞ്ഞാൽ അടിപൊളിയായി. ഇതിപ്പോൾ ഇത്രയും പ്രോഫിറ്റ് നേടിയോണ്ടല്ലേ? എന്താ പറയുക, അതിലൊന്നും പറയാനില്ല. വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഓരോരുത്തർ ഇങ്ങനെ ചാടി വന്നോളും. ഇത് നമ്മളെ സമൂഹത്തിൽ ഡെയിലി നടക്കുന്ന ഓരോ സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇതിനും ക്രെഡിറ്റ് എടുക്കാൻ ആൾക്കാർ വരും. അതാണ് നമ്മുടെ നാട്ടിലെ ഓരോ സംഭവങ്ങൾ. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.